ഹായ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇത് നമ്മുടെ റെസിപ്പി 2 നേന്ത്രപ്പഴം വെച്ചിട്ട് കുട്ടികളെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റില്ല നല്ലൊരു കിഡിലൻ സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. ഏകദേശം പഴംപൊരിയുടെയൊക്കെ ഒരു ചെറിയ വേർഷനൊക്കെ ആയിട്ട് വരും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് മുന്നായിട്ട് ഈ ചാനൽ ആദ്യം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് 2 മീഡിയം സൈസുള്ള നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴം തന്നെ എടുക്കുക. അപ്പോഴാണ് ഈ ഒരു സ്നാക്സിന് നല്ല മധുരവും നല്ല ടേസ്റ്റും ഉണ്ടാകുള്ളൂ. ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തതിന് ശേഷം ഇതിനെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇതാ എല്ലതും ഇതേ രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു വലിപ്പത്തിലാണ് കേട്ടോ കട്ടാക്കി എടുത്തിട്ടുള്ളത്. ഈ ഒരു മിക്സിൻ്റെ ജാർ എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പഴം മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഈ ഒരു സമയത്ത് 2 ഏലക്കായും കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കാം. നല്ല ഫൈനായിട്ടൊന്ന് അടിച്ചിട്ടെടുക്കാം. ഇനി അടിച്ചെടുത്തുള്ള മിക്സ് ഒരു ബൗളിലേക്ക് മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നല്ല ഫൈനായിട്ട് വേണം അടിച്ചെടുക്കാനായിട്ട്. കൂടെ തന്നെ ഇതിലേക്ക് ഒരു 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. മൈദക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുക്കാം. പക്ഷെ ഒന്നും കൂടെ നല്ല ടേസ്റ്റി മൈദ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ്. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർക്കാം. നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഏത് അരിപ്പൊടി വേണമെങ്കിലും എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. സോഡാപ്പൊടി ഉണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് കട്ട് ചെയ്യുന്നില്ലാതെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇതുപോലൊരു വിസ്കോ അല്ലെങ്കിൽ ഫോർക്കോ വെച്ചിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ മിക്സ് ആയിട്ട് കിട്ടും. പിന്നെ ഇതിലേക്ക് ഞാൻ ഷുഗറൊന്നും ചേർത്തിട്ടില്ല. അപ്പം നല്ല മധുരം വേണമെന്നുള്ളവർക്ക് 2 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ എന്തായാലും പഞ്ചസാര ചേർക്കുക. അപ്പോഴേ നല്ലൊരു മധുരം ഉണ്ടാകുള്ളൂ. അല്ലാതെ മധുരം വേണ്ടാന്നുള്ളവർക്ക് ഇതുപോലെ ആ ഒരു പഴത്തിൻ്റെ മധുരം മാത്രം എടുത്താലും മതിയാകും. ഇതിലേക്ക് 2 നുള്ളി ഉപ്പും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഒന്നും കൂടെ അങ്ങ് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം തന്നെ ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. ഇതുപോലെ ഈ ഒരു തിക്നെസ്സിൽ വേണം കേട്ടോ ഈ ഒരു ബാറ്ററി കിട്ടാനായിട്ട്. ഒത്തിരി ലൂസായിട്ട് പോകരുത്. അഥവാ ലൂസായി പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് മൈദയും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ നല്ല രീതിയിൽ ഒന്ന് ടൈറ്റ് ആക്കിയിട്ട് എടുത്താൽ മതിയാകും. ഇനി ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. അതിനായിട്ട് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലൊരു സ്പൂൺ വെച്ചിട്ട് അങ്ങ് കോരി ഒഴിച്ചു കൊടുക്കാം. ഫ്രൈ ആക്കി എടുക്കാനായിട്ട് ഏത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യുക. ഓയിലോ വെളിച്ചെണ്ണോ ഏതായിരുന്നാലും പ്രശ്നമൊന്നുമില്ല. ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് കോരി വയ്ക്കുമ്പോൾ പല ഷേപ്പിലാവും കേട്ടോ ഉണ്ടാകുക. എല്ലതും മുകളിലേക്ക് അങ്ങ് പൊങ്ങി വന്നാൽ പിന്നെ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കുക. ഈ ഒരു സമയത്ത് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. പിന്നെ എനിക്ക് നല്ലൊരു ഷേപ്പിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഐസിങ് ബാഗിലാക്കിയിട്ട് ചെയ്തെടുത്താലും മതിയാകും. അപ്പോൾ നല്ല റൗണ്ട് ഷേപ്പിൽ കിട്ടും. ഇത് സ്പൂൺ വെച്ചിട്ട് ചെയ്തുകൊണ്ടാണ് ഇതുപോലെ പല ഷേപ്പിലും ഉള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കുക. അപ്പോൾ ഫസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല പോലെ കളർ ചേഞ്ച് ആയിക്കാൻ വന്നാൽ നമുക്ക് കോരി മാറ്റാം. എല്ലതും ഇതേ രീതിയിൽ അങ്ങ് പൊരിച്ചിട്ടെടുക്കാം. ഏറ്റവും സിമ്പിളായിട്ടും എളുപ്പത്തിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ് ചൂടോട് കൂട്ടി കഴിക്കാനായിട്ട്. ഇതിലേക്ക് കോമ്പിനേഷനായിട്ട് നല്ല അടിപൊളി ഒരു ചായൻ്റെ റെസിപ്പിയും കൂടെ നോക്കാം. ഒരു വെറൈറ്റി ചായയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ഒരു കാരമൽ മസാല ചായ ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഒരു പാത്രത്തിൻ്റെ അടിഭാഗത്തായിട്ട് നിരത്തിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് തീ ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ പഞ്ചസാര മെൽറ്റ് ചെയ്തിട്ട് അങ്ങ് കാരമലാക്കി എടുക്കുക. പിന്നെ ഇതുപോലത്തെ പാത്രത്തിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞിട്ട് പോകും. പഞ്ചസാരയൊക്കെ നല്ല പോലെ മെൽറ്റായി നല്ലൊരു ക്യാരമലായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഒത്തിരി കളറ് ചേഞ്ചാക്കി എടുക്കണ്ട. ഈ ഒരു കളറ് മാത്രം മതിയാകും. ഒരുപാട് കളറാവാൻ നിന്നാൽ ചിലപ്പോൾ കരിഞ്ഞിട്ട് പോകും. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് കപ്പിൽ വേണമെങ്കിലും അളന്നെടുക്കാം.
ഇനി ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ചെറിയ 2 പീസ് പട്ടയും 2 ഏലക്കായും 2 ഗ്രാമ്പും പിന്നെ 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു പീസ് ഇഞ്ചി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ച് നല്ലൊരു ഫ്ലേവർ ഇറങ്ങണ വരെ ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. ഇതിവിടെ എല്ലതും നല്ല പോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടേബിൾ സ്പൂണ് ചായപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഏത് പൊടി വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം. തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് 1 മിനിറ്റെങ്കിലും തിളപ്പിച്ചെടുക്കാം. നിങ്ങൾക്ക് എത്രത്തോളം സ്ട്രോങ് വേണോ അതിനനുസരിച്ച് 1-2 മിനിറ്റ് വെച്ചിട്ട് തിളപ്പിച്ചിട്ട് എടുക്കാം. 1 മിനിറ്റ് നല്ല പോലെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുള്ള പാലാണ് ചേർക്കുന്നത്. ഇത് സാധാരണ പച്ച പാൽ ചേർക്കണേക്കാട്ടും ഒന്നുകൂടെ ചായക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം ചേർക്കുമ്പോഴാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് മധുരം നോക്കിയിട്ട് അതിനനുസരിച്ച് വേണമെങ്കിൽ കൂട്ടിയിട്ടും ചേർക്കാം. എന്നാൽ ഇതുപോലെ നന്നായിട്ടൊന്ന് പതഞ്ഞ് പൊങ്ങി വന്നാൽ തീ ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ക്യാരമൽ മസാല ചായ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവർ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക. നല്ല സ്ട്രോങ് ആയിട്ടുള്ള അടിപൊളി ചായയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സിലും ഫാമിലി ഗ്രൂപ്പൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്